ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ ഫെയറീസ് ആൻഡ് മോം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മളെ ചക്ക സീസണൊക്കെ അങ്ങ് കഴിയാറായില്ലേ, അപ്പോൾ ചക്ക കൊണ്ടുള്ളൊരു തോരനാണ്. നമ്മൾ ഇടിച്ചക്ക നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെറിയ ചക്ക എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ചക്ക നമുക്ക് എടുത്ത് രണ്ടായിട്ടൊന്ന് മുറിക്കാം. അപ്പോൾ മുറിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ചക്കയിൽ നല്ല അരക്കുണ്ട്. അപ്പോൾ അടിയിലൊരു പേപ്പർ എന്തെങ്കിലും വെച്ചിട്ട് വേണം. എന്നിട്ട് നമ്മൾ അതിന് ശേഷം ഈ ചക്കയുടെ മുള്ളെല്ലാം ചെത്തി എല്ലാം കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് ഒരു കുക്കറിലോട്ട് എടുത്തിട്ട് കൊടുക്കാം. ചെറിയ പീസായിട്ട് മുറിച്ച് കുക്കറിലോട്ട് നമുക്ക് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചക്ക മുറിക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ തറയിൽ വെച്ച് മുറിക്കുമ്പോൾ അടിയിൽ അരക്ക് പറ്റാത്ത രീതിയിൽ വെച്ച് വേണം മുറിക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് വേവിക്കാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു 3/4 ഗ്ലാസ്സോളം വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. നമുക്കത് വേവിക്കണമല്ലോ. അപ്പം കുക്കറിലിട്ടാണ് വേവിക്കുന്നത്. ഒരു 3-4 വിസിലോളം വരുന്നത് വരെ നമുക്ക് അടച്ച് വെച്ച് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ശേഷം ആവിയെല്ലാം പോയതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ആവിയെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വെള്ളമെല്ലാം അങ്ങ് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ പീസായിട്ട് എടുക്കാം. അപ്പോൾ ഒന്ന് കുത്തി നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടാറാവാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. അപ്പോഴത്തേക്കും നമുക്കൊരു അരപ്പ് റെഡിയാക്കാം. നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. അതിൻ്റെ അകത്ത് ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ജീരകം, പിന്നെ നമുക്ക് വേണ്ടുന്നത് തേങ്ങയാണ്. തേങ്ങ ഞാനിവിടെ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ചക്കയുടെ ഒരു വലിപ്പം അനുസരിച്ചിട്ട് വേണം നമ്മൾ തേങ്ങ ചേർക്കാൻ. കൂടുതൽ തേങ്ങ ഇട്ടാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആവശ്യത്തിനുള്ള തേങ്ങയും പിന്നെ കുറച്ച് അതിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് നന്നായിട്ട് അടിക്കേണ്ട, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. കറക്കിയെടുത്തിട്ടുണ്ട്. ഒരുപാട് ഇതായി പോകണ്ട. പിന്നെ ഒരു പാൻ വെച്ച് നമുക്കതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിൽ കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുകും ഞാൻ വറ്റൽമുളക് കഴിഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. വറ്റൽമുളക് ആണ് അതിട്ടാൽ മതി. പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നത്. നമുക്കത് കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടാൻ നല്ല ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നു. അതേ കൂട്ടത്തിന് 2 പച്ചമുളകും കൂടി ഞാൻ കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു അര സവാള ഞാൻ അവിടെ എടുത്തിട്ടുണ്ട്. ആ സവാള ഇട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ഈ എണ്ണയിൽ കിടത്തി ഒന്ന് വഴറ്റി എടുക്കാം. നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി ഒന്ന് റോസ്റ്റായി പോലെ വരണം. നല്ല കളറൊക്കെ മാറി വരുന്നുണ്ട് ഉള്ളിയുടെയും എല്ലാം. അപ്പം നമുക്ക് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ. കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാല, നമ്മൾ തേങ്ങ, അത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തണുക്കാൻ വെച്ചിരുന്ന ചക്ക നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി അതൊന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നമ്മളതും നമ്മൾ ഈ അരപ്പിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് വരുമ്പോൾ തന്നെ ഈ ചക്ക നല്ല കറക്റ്റായിട്ട് കിട്ടും. നമ്മൾ കൈ കൊണ്ട് തന്നെ ചെയ്താൽ മതി. അതിന് ശേഷം നമ്മൾ അരപ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ സാധാരണ തോരൻ വെക്കുന്നത് പോലെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. സോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത് നമ്മൾ ആ മസാല, അതായത് അരപ്പെല്ലായിടത്തും ഒന്ന് പിടിക്കും. വളരെ എളുപ്പത്തിന് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. നമ്മൾ ചക്കയെന്ന് പറഞ്ഞാൽ വളരെ ഔഷധ ഗുണമുള്ളൊരു ഫ്രൂട്ടാണ്. അതിൻ്റെ ചക്കയുടെ എല്ലാ പാർട്സും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ചക്കയാണെങ്കിലും ചക്കക്കുരുവാണെങ്കിലും പൂഞ്ചാണെങ്കിലും ഇതുപോലെ കുഞ്ഞി ചക്കയാണെങ്കിലും ഇത് വെച്ച് നമുക്ക് തോരൻ ഉണ്ടാക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നിങ്ങൾക്ക് ചക്ക സീസൺ തീരാറായി. അപ്പോൾ തീരുന്നതിന് മുമ്പേ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പം ട്രൈ ചെയ്ത് ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ഇനി മറ്റൊരു അടിപൊളി വീഡിയോയിലോട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.